അസ്സലാമലൈക്കും. നമുക്കിന്നൊരു ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കിയാലോ? അതിനു വേണ്ടി ബോൺലെസ് ചിക്കനിലേക്ക് 2 ടീസ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ മൈദ, 1 ടീസ്പൂൺ സോയ സോസ്, 1 കോഴിമുട്ടയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 ടീസ്പൂൺ ചില്ലി സോസ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് ഇവയെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കുക. 1 മണിക്കൂറിന് ശേഷം ചിക്കൻ എടുത്ത് സൺഫ്ലവർ ഓയിലിൽ പൊരിച്ചെടുക്കാം. ഇനി ചിക്കൻ വറുത്ത എണ്ണയിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് വറുത്തെടുക്കാം. ഈ ഡ്രാഗൺ ചിക്കനിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. ഒരു ബൗളിലേക്ക് 3 ടീസ്പൂൺ ടൊമാറ്റോ സോസ്, 1 ടീസ്പൂൺ ചില്ലി സോസ്, 1 ടീസ്പൂൺ സോയ സോസ്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇവയെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. ഇനി ചട്ടി അടുപ്പിലേക്ക് വെച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായി പച്ചമണം പോവോളം വഴറ്റി കൊടുക്കണം. പിന്നെ ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. സവാള പൊടിയായി അരിഞ്ഞത് ഇട്ട് ഒരുപാട് റോസ്റ്റ് ആവേണ്ട. ഇനി ഉപ്പിട്ട് കൊടുക്കാം. അതിലേക്ക് മിക്സ് ചെയ്ത് വെച്ച മസാല ഇട്ട് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം 1.5 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി തിക്ക് ഗ്രേവി ആയി വരുമ്പോൾ ചിക്കൻ ഇടാം. ചിക്കൻ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി നീളത്തിൽ അരിഞ്ഞു വെച്ച ക്യാരറ്റ്, ക്യാപ്സിക്കം ഇവയെല്ലാം കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഇനി 1 ടീസ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് എല്ലാം കൂടി ഇളക്കി കൊടുത്ത് 5 മിനിറ്റ് അടച്ച് വേവിക്കുക. ഇനി 5 മിനിറ്റിന് ശേഷം 1 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മേലെ ഇട്ട് കൊടുത്ത് നമ്മളുടെ അടിപൊളി ഡ്രാഗൺ ചിക്കൻ റെഡി. ഇത് ചപ്പാത്തി, ഫ്രൈഡ് റൈസ് ഇതിലേക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്.